സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. രാവിലെ തന്നെ ശാന്തമായി വിനയൻ സാറിൻ്റെ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ പരിചയമില്ലാത്തൊരു പെൺകുട്ടി എപ്പോൾ വന്നെന്ന് ചോദിക്കുമ്പോൾ 1 മണിക്കൂറായെന്ന് പറയുന്നത് കേട്ട് ശാന്തമായി വിനയൻ സാറുമായിട്ട് ആ പെൺകുട്ടിക്ക് എന്തോ അവിഹിത ബന്ധമുണ്ടെന്നുള്ള രൂപത്തിൽ തെറ്റിദ്ധരിച്ച് ചുമ്മാ ചള്ളും പൊട്ടും പറയുന്നുണ്ട്. ഒരു പുഴുക്കുത്ത് വന്ന സാറാണെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഭയങ്കരമായിട്ട് മോശമായിട്ട് കുറ്റപ്പെടുത്തിയതിന് ശേഷം സെൻറ്റി അടിച്ച് പോകുന്ന സമയത്താണ് വിനയൻ സാർ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ സാറ് അകത്തില്ലായിരുന്നു, ഞാൻ വിചാരിച്ച അകത്തുണ്ടായിരുന്നെന്ന്. അതല്ലേ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ വിളിച്ചിട്ട് കാര്യമില്ല, ഞാൻ 1 മണിക്കൂറായി വന്നിട്ട് ഇതുവരെ ഞാൻ കണ്ടില്ല, ഞാനൊരു കുറി എടുക്കുന്ന കാര്യം പറയാൻ വേണ്ടിയിട്ട് സാറിനെ കാണാൻ വന്നതാണെന്ന് പറയുമ്പോൾ ശാന്തമായി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. അങ്ങനെ കുറിയൊന്നും എടുക്കണ്ട, അങ്ങനെ കുറി എടുത്തു കഴിഞ്ഞാൽ മാസം തോറും പൈസയെന്ന് പറഞ്ഞുകൊണ്ട് വരാമല്ലോ, അങ്ങനെ കാണണ്ട, സാറിൻ്റെ കാര്യത്തിൽ മറ്റാരും ഇടപെടുന്നത് എനിക്കിഷ്ടമല്ലെന്ന് പറയുമ്പോൾ സാറിൻ്റെ വൈഫാണോ എന്ന് ആ പെൺകുട്ടി ചോദിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വൈഫല്ല. വൈഫല്ല എന്ന് പറയുമ്പം ഭാവിയിലാവാൻ ചാൻസ് ഉണ്ടെന്നല്ലേ, ചുമ്മാതല്ല മേഡത്തിന് ഇത്ര ടെൻഷൻ വന്നതെന്ന് പറഞ്ഞ് തമാശ മട്ടിന് പറയുന്നുണ്ട്. അതും കൂടി കേട്ടപ്പോഴത്തേക്കും ശാന്തമ്മയ്ക്ക് നാണം, ഭയങ്കര നാണം. അങ്ങനെ പോയി നിൽക്കുന്ന എന്താണെന്നോ എന്തോ സാറിൻ്റെ കാര്യത്തിൽ മറ്റ് പെൺകുട്ടികൾ ഇടപെടുന്നത് എനിക്കിഷ്ടമല്ല, ഇനി ഡോക്ടറെ കാണിക്കേണ്ടി വരുമോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും വിനയൻ സാർ പറയുന്നു, ഇതെന്താണോ എന്തോ മിക്കവാറും കാണിക്കേണ്ടി വരുമെന്ന് പറഞ്ഞിട്ട് അയാൾ മനസ്സിൽ പറയുന്നു. അതേസമയം കൺമണിയാണെങ്കിൽ കൃഷ് സാറുമായിട്ടിരുന്ന് സംസാരിക്കുന്ന സമയത്ത് എന്താ തൻ്റെ ഉദ്ദേശം, ഞാനാണെങ്കിൽ തീരെ നിവൃത്തിയില്ലാണ്ടിരിക്കുന്നു, അപ്പോൾ താനും ഇതുപോലെ എൻ്റെ ഓടൊപ്പം ഇരുന്ന് കഴിഞ്ഞാൽ തൻ്റെ ഉള്ള ജോലിയും കൂടെ നഷ്ടമാകും, നാളെ മുതൽ അലിഗയിൽ പോയി ജോലിക്ക് ജോയിൻ ചെയ്യണമെന്ന് പറയുമ്പം കൺമണി പറയുന്നുണ്ട്, അങ്ങനെ പോയിട്ട് വേണം സാറിന് ഇവിടെ ഒറ്റയ്ക്കിരുന്ന് കരയാൻ വേണ്ടിയിട്ടല്ലേ, എൻ്റെ കരച്ചിലും സങ്കടമൊക്കെ ഒരുവിധം മാറി, താനത് മനസ്സിലാക്ക്, തൻ്റെ ജോലി നഷ്ടമാക്കരുത്, ആകെ കൂടിയുള്ളൊരു ജോലിയല്ലേ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ദേവ്ജി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ദേവ്ജിയോട് പറയുന്നുണ്ട്, നാളെ മുതൽ കൺമണിയോട് ജോലിക്ക് പോകാൻ ഞാൻ പറഞ്ഞിരുന്നു, അപ്പോൾ കൺമണിക്കാണെങ്കിൽ ഇപ്പോൾ ജോലിക്ക് പോകാനൊന്നും വലിയ താല്പര്യമില്ലെന്നാണ് പറയുന്നത്. അത് ശരിയാകില്ല, നാളെ മുതൽ പോകുന്നതിനോട് കൺമണിയുടെ ഇഷ്ടമാണ്, അപ്പം കൺമണിയുടെ ഇഷ്ടം നിങ്ങൾ തീരുമാനിക്കുക എന്നൊക്കെ ഉള്ള രൂപത്തിൽ ദേവ്ജി പറയുന്ന സമയത്ത് ഒന്നും തീരുമാനിക്കാനില്ല, നാളെ മുതൽ കൺമണി ജോലിക്ക് പോട്ടെ എന്ന് കൃഷി പറയുന്നുണ്ട്. അപ്പം മുമ്പൊക്കെ അലിഗയിലേക്ക് പോകാൻ എനിക്ക് ഭയങ്കര ഉത്സാഹവും, രാവിലെ തന്നെ അലിഗയിലേക്ക് പോകണം എന്നും പറഞ്ഞാണ് എണീക്കുക പോലും ചെയ്യുന്നത്. ഇപ്പോൾ എന്തോ സാറില്ലാത്തത് കൊണ്ടോ എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ തോന്നുന്നില്ല, അപ്പോൾ സാറില്ലാത്ത അലിഗ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമെന്ന് ദേവ്ജിയും പറയുന്നു. എങ്കിലും താൻ ജോലിക്ക് പോയേ പറ്റുമെന്ന് കൃഷി തീർത്ത് പറയുന്ന സമയത്ത് ഇനി ഞാൻ ഇവിടെ നിന്നിട്ട് കാര്യമില്ല, എപ്പോഴേ അങ്ങ് പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് കൺമണിയാണെങ്കിൽ അല്പം ദേഷ്യത്തോടെ ഇറങ്ങി പോകുന്നത് കണ്ടിട്ട് ദേവ്ജി കൃഷ്ണനോട് പറയുന്നത്, കൺമണി പിണങ്ങി പോകുവാന്ന് തോന്നുന്നു, സാറ് വിഷമിക്കേണ്ട, കൺമണി മുമ്പേ തന്നെ പോകാൻ റെഡിയായിട്ട് നിന്നതാ, ഇപ്പോൾ ഒരു കാരണം കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ, കുറച്ച് കഴിയുമ്പം വിളിച്ചോളൂ എന്ന് പറയുന്ന സമയത്ത് ദേവ്ജി പറയുന്നു, ഇന്ന് സാഗറാണെങ്കിൽ ഓഫീസിലേക്ക് വന്നു, എൻ്റെ മുമ്പിൽ നിന്ന് ഒരുപാട് സങ്കടപ്പെട്ട് കരഞ്ഞു, തൻ്റെ കാര്യം ആലോചിച്ചിട്ട് അയാൾക്ക് ഭയങ്കര സങ്കടമുണ്ടെന്ന് പറയുന്നപ്പോൾ സങ്കടം കാണില്ലേ, പക്ഷേ ഏറ്റവും വലിയ സങ്കടം ഏട്ടൻ എവിടെ പോയി എന്ന കാര്യത്തിലാണ്, ഏട്ടനെ എത്രയും പെട്ടെന്ന് അമ്മയുടെ മുമ്പിൽ കൊണ്ടുവന്ന് എത്തിച്ചെങ്കിൽ മാത്രമേ പ്രശ്നങ്ങൾ അവസാനിക്കുമെന്ന് കൃഷി ആണെങ്കിൽ ദേവ്ജിയോട് പറയുന്നു. അതേസമയം കൺമണി വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ അമ്മായിമാർ കൺമണിയെ തന്നെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ഗോകുൽ ഇതുപോലെ പിറന്നാൾ ആഘോഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ധനലക്ഷ്മിയോട് ചെന്ന് പറഞ്ഞപ്പോൾ കള്ളൻ്റെ മകനാ, മാത്രമല്ല മനോജിന് ജോലിയില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കുറ്റപ്പെടുത്തി ഇവനെ വേദനിപ്പിച്ചു, ഈ വീട് തന്നെ എടുത്ത് മറിച്ചു വെച്ചു എന്നൊക്കെ പറയുമ്പോൾ നീ എന്തിനാണ് സങ്കടപ്പെടുന്നത്, അമ്മയോട് പോയി പിറന്നാൾ ആഘോഷിക്കണമെന്ന് പറയേണ്ട ആവശ്യമുണ്ടായിരുന്നു, എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് പറഞ്ഞു പോയതാ അപ്പയെന്ന് പറയുമ്പോൾ നീ വിഷമിക്കേണ്ട, നിൻ്റെ പിറന്നാൾ ഗംഭീരമായിട്ട് ആഘോഷിക്കും, നീ ആഗ്രഹിച്ചതിനേക്കാളും കൂടുതൽ ഗംഭീരമായിട്ട് തന്നെ ആഘോഷിക്കുമെന്ന് പറയുമ്പോൾ ശ്രീനിവാസൻ പറയുന്നുണ്ട്, എന്തായാലും പിറന്നാൾ ആഘോഷിക്കുന്നതിന് മുമ്പിട്ട് ധനലക്ഷ്മിയോട് ഒരു അനുവാദം ചോദിക്കണം, അല്ലെങ്കിൽ അനുവാദം ചോദിച്ചില്ലെന്ന പേരിനാകും കേസ് ഉണ്ടാകുക, അങ്ങനെയും കേസ് ഉണ്ടായിട്ടുണ്ടേ എന്ന് പറഞ്ഞ് തമാശ മട്ടിന് പറയുമ്പോൾ അവളുടെ അനുവാദമൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല, ഈ വീട്ടിൽ എന്ത് കാര്യം തീരുമാനിക്കുന്നതും കൺമണിയാണ്, കൺമണി ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടപ്പാക്കും, അല്ല അതിനവൾ എന്തെങ്കിലും എതിർപ്പ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തല്ലിക്കൊന്ന് കുഴിച്ചു മൂടുമെന്ന് പറയുന്ന സമയത്ത് അങ്ങനെയൊന്നും പറയാൻ പാടില്ല, അതൊക്കെ മോശപ്പെട്ട വാക്കാണെന്ന് ഭക്തിയുള്ള അമ്മായി പറയുന്നുണ്ട്. അപ്പം കൂമ്പിനിട്ടിടിക്കുമെന്ന് പറയുന്നത് മോശപ്പെട്ട വാക്കല്ലേ, ഇത്തിരി മുമ്പ് ധനലക്ഷ്മിയുടെ കാര്യം തന്നെ പറഞ്ഞ് കൂമ്പിനിട്ടിടിക്കുമെന്ന് പറഞ്ഞ അമ്മായി ഇപ്പം ഞാൻ തല്ലിക്കൊന്ന് കുഴിച്ചു മൂടുമെന്ന് പറഞ്ഞപ്പം മോശപ്പെട്ട വാക്കാണെന്ന് പറയുന്നത്, അങ്ങനെ പറഞ്ഞു, അതൊക്കെ ഭയങ്കര മോശമല്ലേ, അത് മോശപ്പെട്ട വാക്കല്ലേ എന്ന് ശ്രീനിവാസനാണെങ്കിൽ കളിയാക്കി ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല, പിന്നെ ഇവളാണെങ്കിൽ എൻ്റെ ഭജന ബുക്കെടുത്ത് മാറ്റി വെച്ചു, അത് കറക്റ്റ് സമയത്തിന് എനിക്ക് കിട്ടിയില്ലെങ്കിൽ മിക്കവാറും ഇവിടെ ഒരു കൂമ്പിനിട്ടിടി നടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മായി അകത്തേക്ക് പോകുന്നു. അതും പറഞ്ഞ് എല്ലാവരും കളിയാക്കി നിൽക്കുന്നുണ്ട്. അതേസമയം സുജിയാണെങ്കിൽ മകനെക്കുറിച്ച് ആലോചിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഓരോ ജോലികളും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സാഗർ അങ്ങോട്ടേക്ക് കയറി വരുന്നു. എന്നാലും താൻ
കൃഷിനോട് കാണിച്ചത് വളരെ മോശമായിപ്പോയി. അവനോട് ഇങ്ങനെയൊക്കെ ക്രൂരമായി ചോദിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. തൻ്റെ സ്വഭാവം എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകുക. അപ്പോൾ സുജ പറയുന്നുണ്ട്, എൻ്റെ സ്വഭാവത്തിൻ്റെ മാറ്റത്തിന് തന്നെ കാരണം നിങ്ങളൊക്കെ തന്നെയാണ്. എൻ്റെ മകൻ എവിടെയുണ്ടെന്ന് ചോദിച്ചപ്പം നിങ്ങളൊക്കെ സത്യം പറഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ കൃഷിനോട് അങ്ങനെയൊന്നും ചോദിക്കില്ലായിരുന്നു. എൻ്റെ സ്വഭാവം മാറാൻ കാരണക്കാർ നിങ്ങൾ തന്നെയാണെന്ന് പറയുമ്പോൾ അവൻ ഗൾഫിലേക്ക് പോയി, പിന്നെ അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഞാനത് അപ്പോഴേ പറഞ്ഞല്ലേ, എവിടെയോ ദൂരത്ത് പോയി നിൽക്കുന്നത് കണക്കാണല്ലോ സാഗർ പറയുന്നത്. എനിക്ക് സാഗർ പറയുന്നതിൽ വിശ്വാസമില്ലെന്ന് പറയുമ്പോൾ സാഗർ പറയുന്നുണ്ട്, എൻ്റെ മകനെക്കുറിച്ച് ഞാനങ്ങനെ കള്ളം പറയുമോ? സാഗർ ഒരു കാര്യം മറക്കരുത്, തർക്കിക്കുമ്പോൾ നമ്മുടെ ശരിക്കുള്ള മകൻ ബലരാമനാണ്. തള്ളിക്കളയേണ്ടത് തള്ളിക്കളയണം. സ്വന്തം മകനോട് അല്പമെങ്കിലും സ്നേഹം കാണിച്ചിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എൻ്റെ സ്വഭാവം ഇങ്ങനെ മാറില്ലായിരുന്നു. നമുക്ക് ഒരേ ഒരു മകനേ ഉള്ളൂ, അത് ബലരാമനാ. ബലരാമനോട് എന്ന് സാഗർ കൂടുതൽ സ്നേഹം കാണിക്കുന്നു അന്ന് മാത്രമേ എൻ്റെ മനസ്സിലെ ദേഷ്യം അടങ്ങൂ എന്ന് പറയുമ്പോൾ ഒരിക്കലും എനിക്കങ്ങനെ പെരുമാറാൻ പറ്റില്ല. ആളുകൾക്ക് കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ അളവും തൂക്കമൊന്നും ഞാൻ നോക്കാറില്ല. അത് ബലരാമനാകട്ടെ കൃഷ്ണനാകട്ടെ, ഞാൻ ഒന്ന് മാത്രമേ ചിന്തിച്ചുള്ളൂ. എൻ്റെ ഭാര്യ പ്രസവം കഴിഞ്ഞ് ഉറക്കം എണീക്കുമ്പോൾ കുഞ്ഞില്ലെന്നുള്ള വേദനയിൽ സങ്കടപ്പെടാൻ പാടില്ല. ആദ്യത്തെ കുഞ്ഞ് നഷ്ടമായ വേദനയിൽ ഇരിക്കുന്ന സുജ രണ്ടാമത്തെ കുഞ്ഞ് നഷ്ടമായെന്ന് കേട്ട് കഴിഞ്ഞാൽ ഒരിക്കലും താങ്ങില്ല എന്ന് വിചാരിച്ച് തൻ്റെ കണ്ണീര് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്താമെന്ന് വിചാരിച്ചത്. അത് ഇത്രയും വലിയ സങ്കടത്തിലേക്ക് കാര്യങ്ങൾ നീക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നേ ഇല്ല. എൻ്റെ ഭാര്യയുടെ മുഖത്തെ സന്തോഷം അത് മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടു പോകുമ്പം സാഗർ എനിക്ക് എന്ന് പറഞ്ഞ് സുജിയാണെങ്കിൽ സാഗറിൻ്റെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും സാഗറാണെങ്കിൽ കേൾക്കാൻ നിൽക്കാതെ പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. അപ്പോൾ സുജിയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട്. ഒരു വയറ്റിൽ ജനിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ. സ്വന്തം ജനിച്ച കുഞ്ഞിന് കൊടുക്കേണ്ട സ്നേഹത്തിനേക്കായി ഉപരി കൃഷിന് കൊടുത്ത് വളർത്തിയിട്ട് ഏറ്റവും അവസാനം സ്വന്തം മകനല്ലെന്ന് സത്യം അറിയുമ്പോൾ എന്ത് പറഞ്ഞാലും ഏതൊരമ്മയും എടുത്തു വളർത്തിയ മക്കൾക്ക് ഈഗോ ഉണ്ടാകരുത്, വിഷമം ഉണ്ടാകരുത് എന്ന് വിചാരിച്ച് സ്വന്തം മക്കളെക്കായും കൂടുതൽ സ്നേഹം അവരോടാണ് കാണിക്കേണ്ടത്. ഇത് നേരെ തിരിച്ചാണ് സുജിയുടെ പെരുമാറ്റം. അതേസമയം കൺമണിയാണെങ്കിൽ കൃഷിനെ വിളിച്ച് പറയുന്നുണ്ട്, ഇതുപോലെ ഒരുപാട് ദൂരത്തൊന്നും പോകരുത്, പോയി കഴിഞ്ഞാൽ ആ വണ്ടി ഇവിടെ കൊണ്ടുവന്ന് ആക്കിയിട്ടേ പോവാവൂ, ആ വണ്ടിയിൽ എനിക്കും കൂടെ കയറി വരാമല്ലോ. എനിക്കൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. ഈ വീട്ടിൽ ഒരു പിറന്നാൾ ആഘോഷമുണ്ട്. ആരുടെയാണെന്ന് ചോദിക്കുമ്പോൾ എൻ്റെയാണ്. സ്വാതന്ത്ര്യം കിട്ടിയ ഡേറ്റ് വേണമെങ്കിൽ മറക്കാൻ സാധ്യതയുണ്ട്, പക്ഷേ കൺമണിയുടെ പിറന്നാൾ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. എന്തായാലും തൻ്റെ അല്ലെന്ന് എനിക്കറിയാം. മറ്റാരുടെയാണെന്ന് ചോദിക്കുമ്പോൾ ഗോകുലിൻ്റെ ആണെന്ന് പറയുന്നു. ഇതുപോലെ ഗോകുൽ പിറന്നാൾ ആഘോഷിക്കണമെന്ന് പറഞ്ഞപ്പം ധനലക്ഷ്മി ഒരുപാട് വഴക്ക് അവനെ പറഞ്ഞു. അവന് സങ്കടമായി. അതുകൊണ്ട് എന്തായാലും ഒരു പാർട്ടി പോലെ സംഘടിപ്പിക്കണമെന്ന് പറയുമ്പം താനല്ലേ പാർട്ടി പോലെ സംഘടിപ്പിക്കണമെന്ന് പറഞ്ഞത്, ഒട്ടും മോശമാക്കണ്ട, ഞാനും കൂടി ചേർന്ന് ആ പാർട്ടി ഗംഭീരമാക്കണമെന്ന് പറയുന്നു. അപ്പം അത്ര വലിയ ആഘോഷമൊന്നും വേണ്ട, സാറിൻ്റെ റേഞ്ചിനുള്ള പാർട്ടിയൊന്നും നടത്തേണ്ട ആവശ്യമില്ലെന്ന് പറയുമ്പം അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. നാളെ രാവിലെ ഗോകുലും താനും റെഡിയായി നിൽക്കണം, നമുക്ക് കുറച്ച് പർച്ചേസൊക്കെ ചെയ്യാം. ഗോകുലിന് എന്തൊക്കെയാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അതൊക്കെ മേടിക്കാമെന്ന് പറയുമ്പം ഞാൻ ആ പയ്യനോട് പറയാൻ പോവുക, ചുമ്മാ അവനെ ആശിപ്പിച്ചിട്ട് നിരാശപ്പെടുത്തില്ലല്ലോ, ധൈര്യമായിട്ട് പറഞ്ഞു. അപ്പം ഞാൻ അവനോട് പറഞ്ഞിട്ട് വിളിക്കാമെന്ന് പറഞ്ഞ് കൺമണിയാണെങ്കിൽ കോള് കട്ട് ചെയ്യുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ തന്നെ ഗോകുലുമൊത്ത് ഷോപ്പിങ്ങിന് പോകാനായിട്ട് കൺമണി റെഡിയായി. അപ്പം ഗോകുലും റെഡിയായി അങ്ങോട്ടേക്ക് വരുമ്പം മുഖത്താണെങ്കിൽ ഭയങ്കര നിരാശയുണ്ട്. അപ്പയുടെ കൈ പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ടുള്ള അത്ര പൈസയൊന്നും കാണില്ല. വീട്ടിലെ ചിലവ്, കടം തീർക്കണം, ബാങ്കിലെ ലോൺ, മറ്റ് പല കാര്യങ്ങൾക്കിടെ എൻ്റെ പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ടുള്ള പൈസയൊന്നും കാണില്ല. അതുകൊണ്ട് ഗംഭീരമായിട്ട് ആഘോഷിക്കേണ്ടെന്നൊക്കെ ഗോകുൽ നിരാശയോടെ പറയുമ്പോൾ ഇത് നിന്നോട് ആരാ പറഞ്ഞത്, നിൻ്റെ അമ്മയാണെന്ന് ചോദിച്ച് നിൽക്കുന്ന ഭാഗത്താണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും ഗോകുലിൻ്റെ മനസ്സ് വീണ്ടും ധനലക്ഷ്മി ഓരോ കുത്തുവാക്കുകൾ പറഞ്ഞ്, അതായത് കൺമണിയുടെയും മനോജിൻ്റെയൊക്കെ കാര്യം പറഞ്ഞ് സങ്കടപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അത് അല്പസമയത്തിനുള്ളിൽ മാറും, കാത്തിരിക്കാം.